ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മൾ കുറച്ചായി കണ്ടിട്ട് അപ്പം നമ്മുടെ +2 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങളൊക്കെ +1 എക്സാം എഴുതി കഴിഞ്ഞ് നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. എക്സാമിനർ ഫാമിലിയിലുള്ള സ്റ്റുഡൻസ് വളരെ എക്സ്ട്രീംലി ഹാപ്പിയാണ്. കുറേ പേർക്ക് ഫുൾ മാർക്ക് ഓൾറെഡി ഉറപ്പിച്ചിരിക്കുന്നതാണ്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഒരു സംശയമില്ല. ഇനി നമുക്ക് +2 വരാൻ പോവാണ്. നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, എന്നാലും നമുക്ക് +2നെ പറ്റി കുറച്ചെങ്കിലും ഒരു ബോധം വേണം. എന്തായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നന്നായിട്ട് പോകാൻ പോകുന്നത്, എന്തൊക്കെയാണ് അത്രയും മോശമായിട്ട് പോകാൻ ചാൻസ് ഉള്ളത്, നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കേണ്ടത്, നമ്മളെ ഓവർകം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ബ്ലൈൻഡ്ലി അല്ലേ, ഒരു റൂമിലേക്ക് കണ്ണിങ്ങനെ കട്ടിയിട്ട് നടന്നു പോകുന്നതിനേക്കാളും നല്ല എപ്പോഴും എന്താണ്, കുറച്ചൊരു പീക്കെങ്കിലും എടുത്തിട്ട് കയറി ചെല്ലുന്നതായിരിക്കും. ഓക്കെ, അത്രയും ഇന്നത്തെ ക്ലാസ്സിൽ അല്ല ഇന്നത്തെ വീഡിയോയിൽ തരാനുള്ളൂ നിങ്ങൾക്ക് കേട്ടോ. ക്ലാസ് ഒന്നല്ല, വീഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചെറിയൊരു സ്റ്റഡി പ്ലാൻ, മിനി സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തന്ന് ഞാൻ വിടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് +2ൽ നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, ശരി. ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉയരെ ബാച്ചിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉയരെ ബാച്ചിലെ സ്റ്റുഡൻസിന് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അത് വൈകാതെ തന്നെ വരും, കാരണം നമ്മൾ November 1 ഉയരെ ബാച്ച് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാണ്. പവർഫുൾ ബാച്ചാണ്. കേരളത്തിലെ 2000 സ്റ്റുഡൻസിൻ്റെ പവർഫുൾ ബാച്ച് ആയിരിക്കും ഉയരെ ബാച്ച്. ഓക്കെ, അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ടുള്ള ഡീറ്റെയിൽ സ്റ്റഡി പ്ലാൻ, ഓരോ ചാപ്റ്റർ എപ്പോൾ തീർക്കും, എങ്ങനെ തീർക്കും, എന്തൊക്കെയാണ് നടക്കേണ്ടതെന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു. ഓക്കെ, തൽക്കാലം ഒരു മിനി ഓവർവ്യൂ തരാം. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് എത്ര സമയം ബാക്കിയുണ്ട്, എത്ര ടൈം ബാക്കിയുണ്ടെന്നാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ മാസം ഇപ്പോൾ കഴിയാനായി. അപ്പോൾ നിങ്ങൾ മിക്കവാർക്കും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അല്ല, ഞാൻ എക്സ്പെക്റ്റും ചെയ്യുന്നില്ല നിങ്ങൾ ഓവർ പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നവംബർ ആകുമ്പോഴത്തേക്കും നമ്മൾ മെല്ലെ പഠിച്ച് തുടങ്ങിയേ പറ്റുള്ളൂ. കാരണം നമ്മുടെ അടുത്ത് എത്ര സമയമുള്ളൂ, നമ്മുടെ അടുത്ത് ഇത്ര സമയമുള്ളൂ. നിങ്ങൾ ലെഫ്റ്റിൽ കാണുന്ന അത്രേ മാസങ്ങളെ നമ്മുടെ അടുത്ത് ശരിക്കും ഉള്ളൂ. കാരണം ഏതാണ്ട് ഏപ്രിലിൽ തന്നെ നിങ്ങളുടെ +2 എക്സാം നടക്കും. നമ്മുടെ +1 എക്സാമിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോലെ, അല്ലെ 10th എക്സാം എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോലെ +2 എക്സാം എക്സ്റ്റെൻഡ് ചെയ്യാൻ ഒരു പ്രാക്ടിക്കൽ പോസിബിലിറ്റി അല്ല. ബിക്കോസ് ഇന്ത്യയിൽ മൊത്തം +2 എക്സാം ഏതാണ്ട് ഒരേ സമയത്ത് നടന്നാലേ ഒരേ സമയത്ത് കോളേജ് അഡ്മിഷൻ നടന്ന് കോളേജിലേക്ക് കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഓവർ ഡിലേ ആവാനുള്ള ഒരു കാര്യം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ ഒരു മാർച്ച് അല്ലെ ഏപ്രിൽ ഒക്കെ ആകുമ്പോഴത്തേക്കും എക്സാം നടക്കും. ഏപ്രിൽ അവസാനമോ ഏപ്രിൽ മിഡൊക്കെ ആകുമ്പോഴത്തേക്കും എക്സാം നടക്കാൻ എല്ലാ സാധ്യതയുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ നമ്മുടെ അടുത്ത് ശരിക്കും പറഞ്ഞാൽ എത്ര സമയമുണ്ട്? നവംബർ ഉണ്ട് മാസം, ഒക്ടോബർ ഇല്ല, ഡിസംബർ ഉണ്ട്, ജാനുവരി, ഫെബ്രുവരി, മാർച്ചും ഉണ്ട്. ഓക്കെ, അപ്പോൾ 5 മാസങ്ങളുണ്ട്. പക്ഷേ ഒബ്വിയസ്ലി ഏപ്രിലിൽ എക്സാം നടക്കുകയാണെങ്കിൽ നമുക്ക് മാർച്ച് അവസാനം വരെ, അല്ലെ ഏപ്രിൽ തുടക്കം വരെ, എക്സാം കഴിയുന്ന വരെ പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഏതാണ്ട് ഒരു മാർച്ച് മിഡ് ആകുമ്പോഴത്തേക്കും, ഓക്കെ, ഒരു മിഡ് എന്ന് പറയുമ്പോൾ ഒരു 15th പിടിക്കുക, അല്ലേ, മാർച്ച് 15th ആകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കംപ്ലീറ്റ് പഠനം നമ്മൾ തീർത്തിരിക്കണം. ഓക്കെ, കംപ്ലീറ്റ് പഠനം നമ്മൾ തീർത്തിരിക്കണം. അതായത് ശരിക്കും നിങ്ങൾക്ക് 5 മാസം ഇല്ല, ഒരു 4.5 മാസമേ ഉള്ളൂ എന്ന് പറയാൻ വേണമെങ്കിൽ. ഓക്കെ, പേടിപ്പിക്കാൻ പറയുന്നതല്ല. ഇതൊക്കെ എങ്ങനെ വർക്കൗട്ട് ചെയ്യുക, എങ്ങനെ നമുക്ക് ഇതിന് സൊല്യൂഷൻ ഉണ്ടാക്കി തരാനും കൂടി ഞാൻ വന്നിരിക്കുന്നത്. അല്ലാണ്ട് വെറുതെ നിങ്ങളെ പേടിപ്പിച്ച് ഭയങ്കര പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് പോകാൻ വേണ്ടിയിട്ടില്ല. സൊല്യൂഷൻ എല്ലായിടത്തും ഉണ്ട്, അതിലൊരു സംശയമില്ല. ഓക്കെ, അപ്പോൾ 4.5 മാസമാണ് നമുക്ക് ഏതാണ്ടുള്ളത്. ഏപ്രിലിൽ എക്സാം നടക്കും എന്നുള്ള ഒരു അസംഷനിലാണ് ഈ കാര്യം പറയുന്നത്. വിച്ച് ഇസ് നോട്ട് എ വെരി ബാഡ് അസംഷൻ. അല്ലെ, മോശമായിട്ടുള്ള അസംഷൻ ആണോ? അല്ല, റീസണബിൾ ആയിട്ടുള്ള അസംഷനാണ്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിപ്പോയാൽ ഒരു മാസം, കൂടിപ്പോയാൽ ദാറ്റ്സ് ഓൾ, ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും വേഴ്സ്റ്റ് കേസിനായാലും ഒരു പ്ലാൻ ചെയ്യും. ഏപ്രിലിൽ നിന്നാണ് നടക്കുമെന്ന് വിചാരിക്കും, അടുത്ത മാസം നടന്നാൽ നല്ല കാര്യം അല്ലേ. അപ്പോൾ അങ്ങനെയാണ് 4.5 മാസം നമ്മുടെ കയ്യിലുണ്ട്. കുഴപ്പമില്ലാത്ത സമയം തന്നെയാണ്. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഇനി ഈ 4.5 മാസം എങ്ങനെ ഉപയോഗിക്കും എന്നാണ് ചോദ്യം. എങ്ങനെ ഈ 4.5 മാസം നിങ്ങൾക്ക് എഫക്റ്റീവ്ലി ഉപയോഗിക്കാം? ഒരു കാര്യം ആദ്യം പറയാം, 4.5 മാസം നല്ലോണം തന്നെ ഉപയോഗിക്കണം. നമ്മൾ +1 നിങ്ങൾ കാണിച്ച പോലെ എല്ലാവരും ഇങ്ങനെ എല്ലാം കാണിച്ച് എനിക്കറിയാം. പക്ഷേ കുറേ പേര് ആദ്യം തന്നെ ചില്ലൊക്കെ അടിച്ച് ഇങ്ങനെ അവസാന നിമിഷം ഒരു ഭീകര പഠിത്തമൊക്കെ പഠിച്ചു. നല്ല കാര്യം, കുറേ പേര് നല്ല മാർക്ക് വാങ്ങിച്ചു, കുറേ സമയവും കിട്ടി, നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മോശമില്ലാത്ത രീതിയിൽ പോയി, ഒരു സംശയമില്ല. പക്ഷേ +2 അങ്ങനെയല്ല. +2 ആദ്യം നിങ്ങൾക്ക് ചില്ലടിക്കാനുള്ള ഒരു സ്പേസ് അവിടെ ഇല്ല. സാധാരണ വർഷങ്ങളിൽ അങ്ങനെ ഉണ്ട്, പക്ഷേ ഈ വർഷം സമയമില്ലാത്തതുകൊണ്ട് തന്നെ അതില്ല. അപ്പോൾ ആദ്യം മുതൽ തന്നെ കുറച്ച് വർക്ക് ചെയ്ത് തുടങ്ങണം. പിന്നെ ആലോചിച്ചാൽ മതി, ഇങ്ങനെ ആലോചിച്ചാൽ 4.5 മാസം കഷ്ടപ്പെട്ട പോലെ 10 മാസമോ 12 മാസമോ കഷ്ടപ്പെടണ്ടോ? 4.5 മാസം കഷ്ടപ്പെട്ടവർ കഷ്ടപ്പെട്. അങ്ങനെ കഷ്ടപ്പെട്ട ഒരു സംശയമില്ല, നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് സിമ്പിളായിട്ട് ജയിക്കാൻ പറ്റും, ഒരു സംശയമില്ല. ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നിങ്ങൾക്ക് ഫുൾ മാർക്കാണ്. ഫുൾ മാർക്ക് നിങ്ങൾക്ക് അതിൽ കുറവ് വാങ്ങണം നിർബന്ധമാണ്, അതിൽ കുറവ് വാങ്ങാം. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക് വേണ്ട മാർക്ക്. ഓക്കെ, അപ്പോൾ ഒരു ഐഡിയ ഉണ്ടാക്കുക. ഈ നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സാണ്, നമ്മൾ പഠിക്കാൻ പോകുന്ന ഓരോ സബ്ജക്റ്റ് ചാപ്റ്റേഴ്സാണ്. അപ്പോൾ അത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്നും ആ ചാപ്റ്റേഴ്സ് എങ്ങനെ നമുക്ക് തീർക്കണം, എത്ര സ്പീഡിൽ തീർക്കണം, ഓൺ ആൻ ആവറേജ് ഒന്നും മനസ്സിലാക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ ഒരു സബ്ജക്റ്റിന് എടുക്കാം. ബിക്കോസ് എല്ലാ സബ്ജക്റ്റിനും എടുക്കുന്നതിൽ വലിയ പോയിന്റ് ഇല്ല. ബിക്കോസ് എല്ലാം ഏതാണ്ട് ബയോളജിയാണ് 16 ചാപ്റ്റർ ഉണ്ടാവും, ഓരോന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് 1-2 ചാപ്റ്റേഴ്സ് മാറുള്ളൂ. അപ്പം ഒരു സബ്ജക്റ്റ് വെച്ച് കാണിച്ചാൽ അത് ബാക്കിയുള്ള സബ്ജക്റ്റിന് ആപ്ലിക്കബിൾ ആകുന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ,
ഉയരെ ബാച്ചിലുള്ള സ്റ്റുഡൻസിന് നിങ്ങൾക്ക് സെപ്പറേറ്റ് ടൈം ടേബിൾ ഇട്ട് ഓരോരോ സബ്ജക്റ്റ് വെച്ചിട്ടുള്ളത്. പിന്നീട് ഫിസിക്സിൽ 15 ചാപ്റ്റേഴ്സ് ആണുള്ളത്. നമ്മൾ +1 പോലെ തന്നെ +2ലും 15 ചാപ്റ്റേഴ്സ് ആണുള്ളത്. കൂടുതലും ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം ഒക്കെ ബേസ്ഡ് ആണ്. അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ മിക്ക ആൾക്കാർക്കും അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല. പക്ഷേ ടഫാണോ? അല്ല, ഭയങ്കര ടഫൊന്നുമല്ല. +1 ഭയങ്കര ടഫാണോ? അല്ല, +1 കുറച്ചും കൂടി ടഫാണോ? അതെ. കാരണം ഓബ്വിയസ് +1 പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കുറച്ചുകൂടി ഫ്ലൂയിഡ്സ്, പ്രഷർ, ഫോഴ്സ്, വർക്ക്, എനർജി, അങ്ങനത്തെ കുറച്ചും കൂടി ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ റിയൽ ലൈഫിൽ ഫീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. +2 കൂടുതലും പ്രോട്ടോൺ, മൂവിങ് ചാർജസ്, ആൾട്ടർനേറ്റിംഗ് കറണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, പിന്നെ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ്, അങ്ങനത്തെ കുറച്ച് അങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ബുദ്ധിമുട്ട് തോന്നും. ഓക്കെ, പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമല്ല. 15 ചാപ്റ്റേഴ്സ് ഫിസിക്സിലുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് 16-14 ചാപ്റ്റേഴ്സ് ഉണ്ട്. ടൈം എത്രയുണ്ട്? 4.5 മാസം ഉണ്ട്. നമ്മൾ ഡിസൈഡ് ചെയ്യും 4.5 മാസം നമുക്ക് പഠിക്കാനുള്ളൂ. പിന്നെ റിവൈസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും സമയം വെക്കണം. അതായത് ബേസിക്കലി നിങ്ങൾ ഒരു മാസത്തിൽ 3 to 4 ചാപ്റ്റേഴ്സ് തീർക്കണം, അല്ലേ? ഒരു മാസത്തിൽ നിങ്ങൾ 4 മാസം ഉണ്ടെന്ന് വിചാരിക്കുക. 4 മാസത്തിൽ 3 ചാപ്റ്റർ, 12 ചാപ്റ്റർ. പിന്നെ ഒരു അരമാസം ഉണ്ട്. ആ അരമാസം കൊണ്ട് നിങ്ങൾ 12 + ഒരു 3, 2 അല്ല 3 ചാപ്റ്ററും കൂടി തീർത്താൽ നിങ്ങൾക്ക് ഈസിലി 15 ചാപ്റ്റേഴ്സ് തീർക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇടയ്ക്ക് ചില മാസങ്ങളിൽ നിങ്ങൾ 3 തീർക്കണം, ഒരു മാസം വരെ നിങ്ങൾ 4 ചാപ്റ്റേഴ്സ് തീർത്താൽ കറക്റ്റായിരുന്നു. അപ്പം 4 ചാപ്റ്റേഴ്സ് തീർക്കുന്ന ഒരു മാസം എന്ന് പറഞ്ഞാൽ ഓരോ ആഴ്ച ഓരോ ചാപ്റ്റേഴ്സ് തീർക്കണം. ഓക്കെ, അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. കാരണം ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ഇത്രയും കുറച്ച് ടൈമല്ലേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, സാധാരണ എല്ലാ വർഷവും ഭയങ്കര ടൈം കിട്ടും. പക്ഷേ റിയാലിറ്റി എന്താണ്? സാധാരണ 10 മാസം കിട്ടുന്നല്ലേ, 10 മാസം കിട്ടുള്ളൂ. 10 മാസം കിട്ടുന്ന ഒരു സാധാരണ നിങ്ങളുടെ ഈ കോവിഡൊക്കെ മുൻപ്, ഫോക്കസ് ഏരിയ കോവിഡ് എറയ്ക്ക് മുൻപുള്ള സ്റ്റുഡൻസൊക്കെ എങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്? 10 മാസം കിട്ടിയെങ്കിലും അവർ ഫസ്റ്റ് ഒരു 4-5 അല്ല 6 മാസമൊക്കെ ഉഴപ്പ് തന്നെയാണ്. അത് വേസ്റ്റായി പോവാണ്. അതിനുശേഷം അവസാനമാണ് ശരിക്കും എല്ലാവരും പഠിക്കുക. ഒരു 4 മാസമോ അല്ലെങ്കിൽ ഒരു 3 മാസമൊക്കെയാണ് ശരിക്കും എല്ലാവരും നല്ലോണം പഠിക്കുക. അപ്പം ഇതുവരെയുള്ള എല്ലാ ബാച്ചസിനും ഇത് തന്നെയാണ് നടക്കുന്നുകൊണ്ടിരിക്കുന്നത്. അത് റെക്കമെൻഡഡ് ആണോ? അല്ല. നല്ല സ്റ്റുഡൻസ് അങ്ങനെ ചെയ്യുമോ? ഇല്ല. പക്ഷേ ദാറ്റ് വർക്ക്സ്, അത് നടന്നിട്ടുണ്ട്. ഓക്കെ, നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് ഫോക്കസ് ഏരിയ പോലും ഇല്ല, ഫുൾ സിലബസും പഠിക്കണമായിരുന്നു. നിങ്ങൾക്ക് ഉഴപ്പാൻ സമയമില്ല, അതൊരു പ്രശ്നമാണ്, അല്ലേ? അവർക്ക് ഉഴപ്പാൻ സമയം ഉണ്ടായിരുന്നു, എന്നിട്ട് അവർക്ക് മേക്കപ്പ് ചെയ്താൽ. നിങ്ങൾക്ക് ഉഴപ്പാൻ സമയം, നിങ്ങൾ ആദ്യം തന്നെ പ്രോപ്പറായി പഠിക്കണം. ഓക്കെ, അവസാനം അവർ 4 മാസം പഠിച്ച ഇൻറ്റൻസിറ്റിയിൽ ആദ്യം തന്നെ പഠിച്ചു തുടങ്ങിയാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. പക്ഷേ പോസിബിൾ അല്ല എന്ന് വിചാരിക്കേണ്ട. കാരണം നിങ്ങളുടെ മുൻപ് നിന്ന ബാച്ചസ് ഒക്കെ അങ്ങനെ തന്നെയാണ് പഠിച്ചല്ലേ. 3-4 മാസം അവസാനം ഇട്ടിട്ട് ഉരുണ്ട് പറഞ്ഞ് പഠിച്ചുകൊണ്ടാണ് അവർക്ക് മാർക്ക് കിട്ടിയത്. അവരും 1200-1300 ഒക്കെ വാങ്ങിച്ചു പോയത്. നിങ്ങൾക്ക് പക്ഷേ ആദ്യം മുതൽ എങ്ങനെ പഠിക്കണം എന്നേ ഉള്ളൂ. പക്ഷേ ആ 4 മാസം നിങ്ങൾ പഠിച്ചാൽ 4-4.5 മാസം പഠിച്ചാൽ പരിപാടി തീർന്നു, അല്ലേ? അപ്പം അത് ഇമ്പോസിബിൾ ആണോ? തീരെ അല്ല, നടക്കും, ഒരു ബുദ്ധിമുട്ടില്ല. 4 ചാപ്റ്റർ അല്ല 3 ചാപ്റ്റർ ഒരു മാസം തീർക്കാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓരോ സബ്ജക്റ്റിലെ പറ്റും. ഉയരെ ബാച്ചിൽ അങ്ങനെയാണ് നടക്കാൻ പോകുന്നത്, അല്ലേ? ഉയരെ ബാച്ചിൽ നിങ്ങൾ എന്താ വിചാരിച്ചത്? അവിടെ ഒരു ചാപ്റ്ററൊക്കെ എടുക്കുക, അല്ല 4 ചാപ്റ്റർ 3 ചാപ്റ്റർ നമ്മൾ ഓരോ മാസം തീർക്കാൻ പറ്റുള്ളൂ, വേറെ വഴിയില്ല. പക്ഷേ നമ്മൾ 4 ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിൻ്റെ രീതിയിലുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഒരേപോലെ ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണോ പഠിക്കുക? തീർച്ചയായും അല്ല, അങ്ങനെ പറ്റില്ല. എല്ലാ വേർഡ്സും കറക്റ്റ് ടെക്സ്റ്റ് ബുക്കിലുള്ള അതേപോലെ പഠിച്ച് 4 മാസം കൊണ്ട് 1 മാസം കൊണ്ട് അല്ല 4 മാസം കൊണ്ട് 15 ചാപ്റ്റർ തീർക്കാൻ പറ്റുമോ? പറ്റില്ല, ഇമ്പോസിബിൾ ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. ഓക്കെ, പ്രയോറിറ്റി കൊടുത്ത് തന്നെ പഠിക്കണം. ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കണം. മനസ്സിലായില്ലേ? അല്ലാണ്ട് ഫുൾ പഠിച്ചെടുത്ത് അങ്ങോട്ട് തറക്കാൻ നിൽക്കണ്ട. നമ്മൾ IIT-JEE അല്ലെങ്കിൽ നീറ്റിനും അല്ല എഴുതാൻ പോകുന്നത്. അപ്പം പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും, പക്ഷേ അതിനല്ല നിങ്ങൾ എഴുതാൻ പോകുന്ന പബ്ലിക് എക്സാം, അല്ലേ? അപ്പോൾ ആ രീതിയിൽ തന്നെ പഠിക്കാം. ഓക്കെ, അപ്പം ഒബ്വിയസ്ലി ഉയരെ ബാച്ചിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന് അങ്ങനെയായിരിക്കും. നിങ്ങളിപ്പം ജോയിൻ ചെയ്താലും നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എവിടുന്ന് പഠിക്കുകയാണെങ്കിലും സ്വന്തം പഠിക്കുകയാണെങ്കിൽ ആ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക. അപ്പം നിങ്ങൾ ഒരു ടാർഗറ്റ് വെക്കണം. ഒബ്വിയസ്ലി 3-4 ചാപ്റ്റർ ഒരു മാസം ഞാൻ തീർക്കും, അതങ്ങനെ തന്നെ വെച്ചിട്ട് തന്നെ ചെയ്യണം. എല്ലാ സബ്ജക്റ്റും അങ്ങനെ തന്നെ വെക്കണം. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. കുറച്ച് എക്സ്ട്രാ പഠിക്കേണ്ടി വരും. എല്ലാ ദിവസവും നിങ്ങൾ ഇത്രയും നാൾ അരമണിക്കൂറായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നെങ്കിൽ നിങ്ങൾ 2 മണിക്കൂറോ 3 മണിക്കൂറോ എല്ലാ ദിവസവും പഠിക്കണം, ശീലമാക്കി തുടങ്ങണം. ഓക്കെ, എക്സാമിന് വേണ്ടിയുള്ള റിവിഷൻ എന്ന മോഡിലായിരിക്കണം ഫസ്റ്റ് ദിവസം മുതൽ. നവംബർ 1 പഠിക്കുകയാണെങ്കിൽ എക്സാം ഇവിടെ എത്തി, 4 മാസത്തിലെ എക്സാമാണ്, 3 മാസത്തിലെ എക്സാം ആണെന്ന് ആ ഒരു പവറോടെ, ആ ഇൻറ്റൻസിറ്റിയോടെ, യോധ സീരീസിനൊക്കെ നിങ്ങൾ ഇരുന്ന ഇൻറ്റൻസിറ്റിയോടെ വേണം തന്നെ നിങ്ങൾ ഇതും അപ്രോച്ച് ചെയ്യാനുള്ള കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പറ്റും, ഒരു സംശയവും ഇല്ല. നിങ്ങളുടെ എഫേർട്ട് പുട്ടിൻ ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങളുടെ ബുദ്ധി ഒന്നുമല്ല മാറ്റർ ചെയ്യാൻ പോകും. നിങ്ങൾ എഫേർട്ട് ഇടാൻ പോലെ Day 1 മുതൽ നിങ്ങൾ എഫേർട്ട് ഇടാൻ തീരുമാനിച്ചെങ്കിൽ ഒരു സംശയമില്ല, നിങ്ങളെ കൊണ്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ വിശ്വാസം ആദ്യം വേണം. പക്ഷേ റിയാലിറ്റിയും അറിഞ്ഞിരിക്കണം. റിയാലിറ്റിയും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം.
ഓക്കെ, കുറേ സമയമില്ല, നമുക്ക് കുറച്ച് സമയമുള്ളൂ. ആ കുറച്ച് സമയം യൂട്ടിലൈസ് ചെയ്താൽ എന്താണ്, നല്ല മാർക്ക് വാങ്ങാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഓക്കെ, അപ്പം ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, അത്രയൊക്കെ മതി. നമ്മുടെ ഇയാൾ തന്നെ പറയുന്നു, സാർ ക്ലാസ് നിർത്തിക്കോ, മതി, അയാളും ഓഫാവുന്നു. ഓക്കെ, അപ്പം എന്തായാലും ഇനി ഇങ്ങനത്തെ കുറേ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റ് വൈസ് നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്, എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് അല്ല, എന്തൊക്കെയാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക, എന്തൊക്കെയാണ് നിങ്ങൾ +1 മിസ് ഔട്ട് ചെയ്ത് +1 ആവശ്യമില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സസോ അല്ലെങ്കിൽ വീഡിയോസോ വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണ് ഞങ്ങളത് വായിക്കും. ഞങ്ങൾ വായിച്ചിട്ട് റെലവൻ്റ് ആണ് തോന്നുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തൊരു ഒരു സംശയമില്ല. +1 എക്സാമിനർ എവിടെയും പോയിട്ടൊന്നുമില്ല. ഞങ്ങൾ ഇവിടെ തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ത്രൂ ഔട്ട് ഉണ്ടാവും 24/7, 100 days, 200 days, 300 days, 400 days ഓഫ് ദി ഇയർ. 400 days ഇല്ല എന്നാലും, പക്ഷേ പറയുമ്പോൾ സ്റ്റൈലിൽ പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ അറിയുള്ളൂ നിങ്ങൾക്ക് എന്താ വേണ്ടത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം, അല്ല അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, എല്ലാവരും ടേക്ക് കെയർ.